ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, അല്പസമയം മാത്രം ഇവിടെ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് തിരുവഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശുദ്ധ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതൊക്കെയും നമ്മളുടെയും നമ്മുടെ തലമുറകളുടെയും അനുഗ്രഹത്തിനും സമാധാനപൂർണമായ ഒരു ജീവിതത്തിനും വേണ്ടി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. അപ്പോഴാണ് യഥാർത്ഥമായും നാം ഈ ലോകത്തിൻ്റെ ഗതിയെ മനസ്സിലാക്കിക്കൊണ്ട് നാം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ഈ ലോകം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം മാനസാന്തരപ്പെടുമ്പോൾ മാത്രം. തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചത്. ദൈവം നമ്മോട് കോപിക്കും. ദൈവം നമ്മോട് കോപിക്കുന്നത് നാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ നാം ജീവിതം നയിക്കുമ്പോഴാണ്. എന്നാലും ദൈവം നമ്മെ അല്പനേരത്തേക്ക് മാത്രമേ നമ്മോട് കോപിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുകയാണ്. ക്ഷണനേരത്തേക്ക്. അത് കഴിയുമ്പോൾ ദൈവം നമ്മെ ചേർത്ത് പിടിക്കും, നമ്മെ തള്ളിക്കളയുകയില്ല. നമ്മൾ ഒരിടത്തും വീണ് നശിച്ചു പോവുകയുമില്ല. നമ്മളെ നശിപ്പിക്കാതിരിക്കുവാൻ നമ്മളോട് അല്പനേരം ദൈവം കോപിക്കുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടി, നല്ല മനുഷ്യരായി തീരുവാൻ വേണ്ടി, ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ആ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയതാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി
മാത്രമാണ് ഇവിടെ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന്. അപ്പൻ മക്കളോട് കാണിക്കുന്നത് പോലെ തന്നെ എപ്പോഴും പിണങ്ങിയിരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മോട് ദയ കാണിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെയും ക്രോധാധിക്യത്തിൻ്റെ വിപര്യായമാണ് നിത്യദയ. ദൈവത്തിൻ്റെ ദയ നിത്യവും, ക്രോധം ക്ഷണികവും. ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചതും തൻ്റെ മുഖം മറച്ചതും അല്പനേരത്തേക്കാണ്. അല്പനേരം എന്ന് പറയുമ്പോൾ താൻ സ്നേഹിക്കുന്ന ജനത്തെ, തനിക്ക് കൈക്കൊള്ളുവാനുള്ള ജനത്തെ, അവരെ അല്പനേരത്തേക്ക് ബാബിലോണിലെ പ്രവാസത്തിലേക്ക് അയച്ചു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നന്നാകേണ്ടതിന്, നമ്മുടെ മക്കൾ നന്നാകേണ്ടതിന് നമ്മളവർക്ക് ചില ശിക്ഷകളൊക്കെ കൊടുക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് അതിഭയങ്കരമായ ശിക്ഷകളൊന്നും കുട്ടികളെ ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവരെ ശിക്ഷിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ അവർ നശിച്ചു പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. അതാണ് ഇവിടെ ദൈവം പറയുകയാണ്, ക്രോധാധിക്യത്തിൻ്റെ വിപര്യായമാണ് നിത്യദയ. അപ്പം നമുക്ക് ക്രോധമുണ്ടായാലും കോപമുണ്ടായാലും, ക്രോധത്തിലും കോപത്തിലും നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കും. എന്നാലും അത് അല്പസമയം കഴിയുമ്പോൾ അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്ന് നമുക്ക് നമ്മുടെ ജീവിതം, അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ദയ നിത്യവും, ക്രോധം ക്ഷണികവുമാണ്. തിരുവെഴുത്ത് പറയുന്നു, യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, മറ്റാരും നമ്മെ സ്നേഹിക്കുന്നതിലും അധികം യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. കാരണം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം പോലും നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലായിരുന്നു. അതിപ്പോൾ മുതലല്ല, പണ്ട് മുതൽക്കേ അപ്രകാരമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിട്ടും യേശു നമ്മെ സ്നേഹിച്ചു, നമ്മെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിക്കുവാൻ വേണ്ടി, അതനുഭവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കനേക കഷ്ടതകളും പ്രയാസങ്ങളും ശത്രുവായവൻ നമ്മളുടെ മേൽ വെച്ചിട്ടുണ്ട്. അനേക ബന്ധനങ്ങൾ ശത്രുവായവൻ നമ്മളുടെ മേൽ വെച്ചിട്ടുണ്ട്. അതൊക്കെയും നീക്കിക്കളഞ്ഞതിന് ശേഷം നമ്മെ പൂർണ്ണ സ്വതന്ത്രരാക്കി ദൈവം വസിക്കുന്നതായ സ്വർഗരാജ്യത്തിൽ നമ്മെ കൂടി ദൈവത്തോട് കൂടെ ഇരുത്തുവാൻ വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദയ നിത്യമുള്ളതാണ്. അതെന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേലിനെ പറ്റി നാം പഠിക്കുമ്പോൾ വിഷുവിനെയും കളിമണ്ണിനെയും പോലെയാണ് ഇസ്രായേലുമായി ചരിത്രപരമായി ദൈവത്തിനുള്ള ബന്ധം. കാരണം ജനം ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ
ദൈവം അവരെ പണിയുകയും അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ നല്ലതുപോലെ പണിയുന്ന ഒരവസ്ഥയ്ക്കാണ് ഇവിടെ കുശവനും കളിവണ്ണം ഉദാഹരണമായി കാണുവാൻ കഴിയുന്നത്. കാരണം കുശവൻ കളിവണ്ണ തൻ്റെ കയ്യിലെടുത്തിട്ട് തനിക്ക് ബോധിച്ചതുപോലെ ഒരു വസ്തു നിർമ്മിക്കുകയും തൻ്റെ കണക്കും പ്രകാരമല്ല തൻ്റെ ഇഷ്ടത്തിന് അല്പം അത് മോശമായി പോയി എങ്കിൽ അത് വീണ്ടും എല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പഴയ രൂപത്തിലാക്കിയിട്ട് പിന്നെയും തനിക്കിഷ്ടമുള്ള ആ രൂപത്തെയോ അല്ലെങ്കിൽ എന്തു താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ആണ് ദൈവം നമ്മെ പണിയുകയും നമ്മെ നന്നാക്കിയെടുക്കുവാൻ എപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മെ നല്ല വഴിക്ക് നടത്തുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. അതാണ് പ്രിയമുള്ളവരെ ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് പ്രത്യാശ നൽകും. ആ പ്രത്യാശ നിത്യതയോളോ നമ്മളിൽ നിലനിൽക്കും. ഈ ലോകത്തിലാകുമ്പോൾ നമുക്ക് അനേക കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട്. അതിനെയൊക്കെയും നാം അതിജീവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നുമല്ല എന്ന് നാം എണ്ണം. അതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വിടുവിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന, നിങ്ങളുടെ ഭവനങ്ങളിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ